ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ രാവിലെ തന്നെ കിച്ചണിലൊന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ടൈമിൽ ഫുഡ് ഉണ്ടാക്കാനേ വരുള്ളൂ കേട്ടോ. അതുവരെ കിച്ചൺ ഇതേപോലെ നീറ്റായിട്ട് തന്നെ കിടക്കും. ഇങ്ങനെ രാവിലെ തന്നെ പണിയെല്ലാം ഒന്ന് തീർത്തിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ മക്കളൊക്കെ ഉള്ള മദേഴ്സിനെല്ലാം ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാവും കേട്ടോ. അവർക്ക് കൂടുതൽ ടൈം ഇങ്ങനെ കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നല്ലേ. പിന്നെ പുതിയ വ്യൂവേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ചിക്കൻ്റെ ഒരു റെസിപ്പിയും കൂടി ചെയ്യുന്നുണ്ട്. അതിനെക്കൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ. ഇപ്പം ഞാനിതാ ഫസ്റ്റ് കിച്ചണിലോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള എല്ലാ കറികളും ആക്കി വെക്കലാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും. അപ്പം ഞാനിതാ കുറച്ച് ചിക്കൻ ഉണ്ടേനു, അത് ഐസെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കേട്ടോ. ഇത് തലേന്നേ കഴുകി വൃത്തിയാക്കിയത് കൊണ്ട് ഇപ്പോൾ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത് ചെറുപയർ കറി വെക്കണം. അപ്പോൾ ആവശ്യമുള്ള ചെറുപയർ എടുത്തിട്ട് ഒന്ന് കഴുകലാണേ. ഇനിയിപ്പം ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെക്കും. എന്നിട്ട് 2 വിസിലാകുമ്പം ഒന്ന് ഫ്ലെയിമെല്ലാം ഒന്ന് കുറച്ചിട്ട് വേവിക്കാണ്ടി വെക്കലാണ് കേട്ടോ. ഇങ്ങനെ കറിയെല്ലാം ഇങ്ങനെ പെട്ടെന്നായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയെല്ലാം തീർന്നു കിട്ടും. പിന്നെ നമുക്ക് മക്കളപ്പുറം കളിക്കണമെങ്കിൽ അത് കളിക്കാൻ നിസ്കരിക്കാനും ഓതാനൊക്കെ ഉള്ള ആൾക്കാർക്ക് അതെല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ രാവിലെ ഇങ്ങനെ കറിയെല്ലാം ആക്കി വെക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് ഞാനൊന്ന് മസാലയെല്ലാം പെരക്കി വെക്കുന്നുണ്ട്. അതിനിട്ടിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പെരക്കിയിട്ട് വെക്കലാണേ. കുറച്ച് ടൈം നമ്മളിങ്ങനെ ചിക്കനൊന്ന് പെരക്കിയിട്ട് വെക്കുക. അപ്പോൾ അതിൽ മസാലയെല്ലാം പിടിക്കുമല്ലോ. ഇനിയിപ്പോൾ ചിക്കൻ പെരക്കിയത് ഞാനിതാ ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാനിതാ ഉപ്പേരിക്കരിയിലാണ് കേട്ടോ. ഇത് ഒരു 2-3 ദിവസം മുന്നുള്ള പയറായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുങ്ങനെ വാടലെല്ലാം വന്നിക്കേ. അപ്പോൾ അത് ഞാൻ വേഗം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനിയിപ്പം പയറെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് കഴുകിയിട്ട് അതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയിലും ഇട്ടേക്കേനു. ഇനി അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചിരണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഇനിയിപ്പം അടുത്ത് ഇതാ ഉപ്പേരി വെക്കലാണ് കേട്ടോ. ഇപ്പുറത്തെ സ്റ്റൗവിൽ നമ്മളെ ചെറുപയർ ഇങ്ങനെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 വിസിലായപ്പോൾ ഞാൻ സിമ്മിലിട്ടേക്കേനും. ഇനിയിപ്പോൾ ഇതാ ചീനച്ചട്ടിയിൽ ചൂടായി അതിലേക്ക് ഞാനിതാ വെളിച്ചെണ്ണ ഒഴിക്കലാണ്. വെളിച്ചെണ്ണ എല്ലാം തണുപ്പായതുകൊണ്ട് ഭയങ്കര കട്ട പിടിച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പം എണ്ണയെല്ലാം ചൂടായി വന്നപ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പം നമ്മളിതാ റെഡിയാക്കി വെച്ചിട്ടുള്ള പയറും കൂടി ഇട്ട് കൊടുക്കലാണ്. ഇനിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കലുള്ളൂ, അല്ലെങ്കിൽ ആ എണ്ണയിൽ തന്നെ കിടന്നിട്ട് വേവും. ഈ ടൈമിൽ അയാൻ എണിച്ചിക്കേന്. അയാൻ ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ എണിച്ചിട്ടുള്ളത്. അപ്പം ഓനെ ഫ്രഷെല്ലാം ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ നാസ്റ്റ് ആക്കലാണ്. അപ്പം മോന്തിക്കത്തെ ദോശൻ്റെ അരി ഉണ്ടേനു കേട്ടോ. അപ്പോൾ അതന്നെ ചുട്ടെടുക്കലാണ്. അപ്പം ഞാനിതാ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ. ഇനി ഈ ദോശക്കല്ലിൻ്റെ ചുറ്റും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ദോശയ്ക്ക് ഇങ്ങനെ ഒഴിക്കുമ്പം മാവിങ്ങനെ ചുറ്റും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ഇങ്ങനെ തെറിക്കുമല്ലോ. അപ്പം നമുക്ക് ക്ലീനെല്ലാം ആക്കിയെടുക്കാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ക്ലീൻ ആക്കാൻ നിൽക്കലുള്ളൂ. അപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാവാടെ ഇങ്ങനെ പറ്റി പിടിക്കൂല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ദോശയെല്ലാം ഒന്ന് ചുട്ടെടുക്കലാണ്. ഈ ദോശയെല്ലാം നീർദോശയെല്ലാം നമുക്ക് ചൂടോടെ തിന്നാനാണല്ലോ ഇഷ്ടം. അപ്പം അയാൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ഞാനും തിന്നും. എനിക്കായിട്ട് അങ്ങനെ ടൈമൊന്നും ഞാൻ കണ്ടെത്തലില്ല കേട്ടോ. കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഫോണിൽ കളിച്ചിട്ട് എൻ്റെ സമയം പോകും. എന്നെക്കൊണ്ട് ഓനക്ക് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ അപ്പോൾ തന്നെ തിന്നലാണ്. ഞങ്ങൾ നാസ്റ്റെല്ലാം ആക്കി കഴിയുമ്പോഴത്തേക്കും ഉപ്പേരിയെല്ലാം കറക്റ്റ് വെന്തെല്ലാം കിട്ടിയേക്ക്. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്.
പിന്നെ ചെറുപയറും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ചീനച്ചട്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ ചിക്കൻ ഇതിലേക്കൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കലാണ്. ഇനിയിപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇനി പെരക്കി വെച്ചിട്ടുള്ള ചിക്കനെല്ലാം ഇതിലൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. നല്ലോണം മസാലയെല്ലാം പിടിച്ച് കേട്ടോ ചിക്കനിൽ. പിന്നെ ഇങ്ങനെ ചിക്കനെല്ലാം പൊരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് മാത്രം ചിക്കൻ പൊരിക്കുക. ചിക്കൻ പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമ്മൾ ചെറുപയറിലേക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറുപയർ കറിയിലേക്ക്. അതിൽ ഒരു പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കലാണ്. ഇനി ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയിലേക്ക് ചൂട് തണിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെന്ത ചെറുപയറൊന്ന് മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പം തേങ്ങ അരച്ചതും കൂടി ഈ ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ ഉപ്പുണ്ടോയെന്നെല്ലാം ഒന്ന് ചെക്കെല്ലാം ചെയ്യാം കേട്ടോ. ഇനിയിപ്പം ചെറുപയർ കറിയെല്ലാം ഒന്ന് നന്നായി തിളച്ച് വന്നപ്പം അതൊരു മൺചട്ടിയിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുക്കറിലും ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം അത് ആ സ്പോട്ടിൽ ഇങ്ങനെ വേഗം കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകി പോകട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടി ഉള്ള കാര്യമാണ് കുക്കറിലും കേൾക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ചെറുപയർ കറി ഒന്ന് തൂമിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പം ചെറുങ്ങനെ അരിഞ്ഞിട്ടുള്ള ഒരു അരക്കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പം ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം മൂത്ത് വന്നപ്പം ഞാൻ കറിയിലേക്ക് ഒഴിക്കലാണ്. അങ്ങനെ ഉപ്പേരിയും കറിയും ഇവിടെ റെഡിയാക്കി ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ സമയം കൊണ്ട് ചിക്കൻ പൊരിഞ്ഞു വന്നിട്ട് ഈ ചിക്കൻ പൊരിഞ്ഞു വരുന്ന ടൈമിൽ ഞാൻ കുറച്ച് പാത്രം അതെല്ലാം ഒന്ന് കഴുകി വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചട്ടീനെ നമുക്ക് കഴുകണ്ട കേട്ടോ. ഈ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പം നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഒരു ഉള്ളിയാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കലാണ്. എനിക്കിപ്പം കുറച്ച് ചിക്കനേ ഉള്ളൂ, അതിനെക്കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. ഇനിയിപ്പം ഉള്ളിയെല്ലാം നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി മസാലയിൽ നമ്മളിപ്പോഴാണ് ചേർക്കുന്നത്. ഞാനിത് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. ഇത്രയും മസാലയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഈ മസാലയിലും ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമല്ലോ. ഈ സമയത്ത് പകുതി കട്ടാക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും ഒരു ചെറിയ തക്കാളിയും കൂടി ചെറുങ്ങനെ കട്ടാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് എല്ലാം കൂടി വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുമ്പം ഇത്
കുറച്ച് അത്യാവശ്യം ഗ്രേവി ആയിട്ടും കിട്ടുകയും ചെയ്യും. ഈ മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടിയ പോലെ തോന്നും, പക്ഷേ ഇതൊന്ന് തിളച്ച് കഴിയുമ്പം ഇത് വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടൊന്ന് കറക്റ്റ് ഇതായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു പച്ചമുളക് കൂടി ഇങ്ങനെ നടുവേ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മല്ലിച്ചപ്പലുള്ള ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാത്തത്. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കറികളെല്ലാം ആയി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ തട്ടെല്ലാം ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിതാ ഒന്ന് കഴുകിയിട്ടെടുക്കലാണ്. കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കുന്നതെല്ലാം എല്ലാ വീഡിയോസിലും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ഡീപ്പായിട്ട് കാണിക്കാത്തത്. ബാക്കിയുള്ള പാത്രമെല്ലാം ഞാൻ നമ്മളെ ഓരോരോ കുക്കിങ്ങിൻ്റെ ഇടയിലും ഇങ്ങനെ കുറച്ച് കഴുകിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനെക്കൊണ്ട് ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് പാത്രമുള്ളൂ കേട്ടോ കഴുകാൻ. പിന്നെ ചോറ് ഇപ്പം വെക്കൂല കേട്ടോ, അത് കുറേ കഴിഞ്ഞിട്ടാണ് ചോറിൻ്റെ പരിപാടിയെല്ലാം നോക്കല്ലേ. ഇനിയിപ്പം ഗ്യാസ് വെച്ച ഏരിയയിലും ഞാൻ ഇതിന് മുന്നേ ഒന്ന് നന്നാക്കിയിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതേപോലെ ഒരു തുണിയിൽ നമ്മൾ തുടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലിക്വിഡില്ലേ, അത് കുറച്ച് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പം കിച്ചണിലെല്ലാം നല്ല സ്മെല്ലായിരിക്കും. കൗണ്ടർ ടോപ്പും ഗ്യാസ് വെച്ച ഏരിയയിലും നല്ല സ്മെല്ലും ആയിരിക്കും, ഒരു ഗ്ലേസിങ്ങും ആയിരിക്കും കേട്ടോ കൗണ്ടർ ടോപ്പും ഗ്യാസിൻ്റെ വശമെല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പം കഴുകി വെച്ച തട്ടെല്ലാം ഇതിലിങ്ങനെ കറക്റ്റ് വെച്ചെടുത്തിട്ട് അടെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ജനലിൻ്റെ സൈഡെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഈ തുണിയിൽ കുറച്ച് ലിക്വിഡ് ആക്കിയിട്ട് ഒന്ന് തുടച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെല്ലാം ഓൾറെഡി ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളതാണ്, എന്നാൽ ഈ ലിക്വിഡ് ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എന്ന് മാത്രം. ഇനിയിപ്പം ഈ ജനലിൻ്റെ സൈഡും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രിഡ്ജും കൂടി ഞാൻ ഇതേപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഒന്നും ഞാൻ അടുക്കളയ്ക്ക് വരില്ല കേട്ടോ, ഇനി മോന്തിക്ക് അടുക്കളയ്ക്ക് വരുള്ളൂ. അതുവരെ ഇതേപോലെ നീറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചെറിയൊരു കിച്ചൺ ക്ലീനിങ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.